നമസ്കാരം. എന്റെ മുഴുവൻ പേര് എസ് വിനയചന്ദ്രൻ നായർ എന്നാണ്. കൂടുതലും സ്നേഹമുള്ളവർ വിനയൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ചേട്ടായിയെ നേരത്തെ അറിയാം. എങ്കിലും നിങ്ങളുടെ മുന്നിൽ ചേട്ടായി ആരാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഒരു കുഞ്ഞ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോ വിനയചേട്ടൻ സാർ, ഞാൻ പൂജപ്പുരയാണ് എന്റെ സ്വദേശം. പക്ഷെ ഇപ്പൊ അവിടെ നിന്ന് മാറിയിട്ട് വെള്ളയാണി അമ്പലത്തിന്റെ അടുത്തോട്ട് താമസം മാറി. ചാരിറ്റി ചേട്ടൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ചാരിറ്റി എന്ന് പറയുന്നത് ഞാൻ ഒരു 25 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ട്. 17 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ 100ഓളം പതിച്ചുകൾ തിരുവനന്തപുരത്ത് കൊടുക്കുന്നു. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും ഇതുകൊണ്ട് നാം ദൈവത്തിന്റെ കാര്യം. ആ പേരിൽ തന്നെ ഒരു വിനയമുണ്ട്. കാരണം ആ പേരിൽ തന്നെ നമുക്ക് എന്താണ് പറയുന്നത്, ഒരുപാട് നന്മകൾ ചേരുന്ന ഒരു പേര് തന്നെ. അത് എന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ആരും വന്നാലും ഒരു നേരം താരം കൊടുക്കാതെ പറ്റില്ല. അതിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കാം. പിന്നെ ഞങ്ങൾ 3 പേരാണ്. പക്ഷെ അതിൽ എനിക്ക് വിനയൻ എന്ന് പറഞ്ഞ പേര് ചിലപ്പോൾ ഈശ്വരന്റെ ഇതുകൊണ്ട് കിട്ടിയതാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇന്നുവരെ ആരുടെയും ഒരു വിദ്വേഷമോ എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതോ ഒന്നും തോന്നിയിട്ടില്ല. അത് എന്റെ ഈ പെരുമാറ്റം കൊണ്ടാവും. അത് അച്ഛനും അമ്മയ്ക്കാണ് അതിന്റെ ക്രെഡിറ്റ്. ഞാൻ കണ്ട നാള് മുതൽ കേട്ടായിട്ട് നല്ല ക്യാരക്ടറാണ്. നല്ല നമുക്ക് എന്താണ്, നമുക്ക് സംസാരിച്ച് വീണ്ടും ഒന്നുകൂടെ സംസാരിക്കണം തോന്നുകയും അങ്ങനെ നമ്മുടെ കൂടെ പ്രവർത്തനം പോലെ നല്ലൊരു ക്യാരക്ടറിന്റെ ഉടമയാണ്. അപ്പോ ഞാൻ എന്താണ് പറയുന്നത്, ഒരു ദിവസം എത്ര ഫുഡ് കൊടുക്കും? അത് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് 100 ഫുഡാണ്. അത് ചിലവര് ഈ നമ്മുടെ ഇന്ത്യൻ സൈഡിന്റെ അമ്മ മരിച്ചതിന്റെ ചടങ്ങോടനുബന്ധിച്ച് 500 ഫുഡ് കഴിക്കാൻ സഹായിച്ചു. അങ്ങനെ ഒരു ഞാൻ വൈകിട്ടായിട്ട് പല സ്ഥലങ്ങളിലും കൊടുക്കും. അല്ലാതെ എല്ലാ ദിവസവും തമ്പാനൂര് ഈസ്റ്റ് പോർട്ട് പഴമരിക്കുന്നത് നമ്മൾ ആ സ്ഥലങ്ങളിലാണ് കൊടുക്കുന്നത്. എല്ലാ ദിവസവും 100 കൊച്ചോറ് എല്ലാ ദിവസവും. അത് ഇതുവരെ മുമ്പ് വന്നിട്ടില്ല. ഓരോ ദിവസവും സർവേശ്വരൻ അടുത്ത ദിവസത്തേക്കുള്ള ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 100% ജെനുവിനാണെന്ന് തോന്നി ജനങ്ങൾ തരുന്നതാണ്. ഇതിൽ ഒരുപാട് പൊയ്മുഖങ്ങൾ ഒരുപാടുണ്ട്, അറിയാം. അതിൽ ഈ പറഞ്ഞ പോലെ ഒരു 5 10 ഫോൺ കൊടുത്തിട്ട് ഞാൻ ഇത്ര കൊടുത്തെന്ന് പറയുന്ന പല സംഘടനയിലുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇതിങ്ങനെ പോകുന്നു. ശരിക്കും സത്യമാണ്. 1000-1 മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അല്ലേ, ഒരു മനസ്സ് വേണം നമുക്ക്. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ വേദനയും വിശപ്പുണ്ടാകും നമുക്കറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലെങ്കിൽ ഒരു നേരത്തെ വയറ് നിറയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ ഇരിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞത്, ഇനിയും ഒരുപാട് ഫുഡുകൾ കൊടുക്കാനും ഒക്കെ ദൈവം ഇടയാക്കട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ ഓരോ വീഡിയോസും കാണാറുണ്ട്. കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയാറുണ്ട്. ഞാനും ഒരു സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എനിക്ക് ഷോപ്പ് ഉണ്ടാകുന്നത് ചെയ്ത ഒരാളാണ്. എനിക്കറിയാം വിശപ്പിൻ്റെ വില. ഒരു സമയത്ത് ഞാൻ വിശന്ന് കിടന്നിട്ടില്ലെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്.